ഹലോ, വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊല്ലം കല്യാൺ സിൽക്സിലാണ്. ഇവിടെ കൊല്ലത്ത് ആദ്യമായിട്ട് നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇതായിട്ട് കേക്ക് മിക്സിംഗ് സെറമണി നടക്കുകയാണ് കേട്ടോ. ഇവിടെ കൊല്ലത്ത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. സോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ. അപ്പം ഇതൊരു കിഡിലൻ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ കൊല്ലം കല്യാൺ സിൽക്സിലെ സ്റ്റാഫ്സാണ് ഈ നിൽക്കുന്നത്. വളരെ നല്ല കസ്റ്റമർ കെയർ ചെയ്യുന്ന ഒരിടമാണ് കേട്ടോ കല്യാൺ സിൽക്സ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. ഇവിടുത്തെ കസ്റ്റമർ കെയറിനെ പറ്റി ഏറ്റവും നല്ല സ്റ്റാഫ്സാണ് കല്യാൺ സിൽക്സിലുള്ളത്. കാരണം വളരെ നല്ല കസ്റ്റമേഴ്സിനോടൊക്കെ വളരെ സ്വീറ്റായിട്ടാണ് അവർ പെരുമാറുന്നത്. സോ അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട പ്ലേസ് തന്നെയാണ് കേട്ടോ കല്യാൺ സിൽക്സ്. സോ അപ്പം നമ്മൾ ആ കല്യാൺ സിൽക്സിലെ നല്ല ഉഗ്രൻ ഒരു കേക്ക് മിക്സിംഗ് സെറമണിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ മറിമായം ടീമാണ് കേട്ടോ. അതായത് സ്നേഹ, വിനോദ് സർ, നിയോ സാർ, അതേപോലെ തന്നെ മണികണ്ഠൻ പട്ടാമ്പി സാർ, ഇവരൊക്കെയാണ് ഇവിടെ എത്തുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. നമ്മുടെ മണ്ടോതിരി, മൊയ്തു, കോയ ഒക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കേക്ക് മിക്സിംഗ് സെറമണി നമുക്കൊന്ന് കാണാം. കാരണം ഇത് കൊല്ലത്ത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് മിക്സിംഗ് സെറമണി ഇത്ര ഇതായിട്ട് കാണുന്നത്. ഓക്കെ, എനിക്ക് അതിൻ്റെ എല്ലാ തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഒരുപാട് പേര് കാണും ഇങ്ങനെ കാണാത്തതായിട്ട്. സോ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ കേക്ക് മിക്സിങ്ങിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്തിട്ട് ഇവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്കുകളൊക്കെ തന്നെ ഡിസംബർ 1 കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് നിങ്ങൾ ആരും മറന്നു പോകരുത്. അപ്പോൾ വൈഡ് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഡിസംബർ 1 ഓൺവേർഡ്സ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേരെ നമ്മുടെ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് കേക്കിന് വേണ്ടിയിട്ട് ഡിസംബർ 1 ഓൺവേർഡ്സ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്ന നമ്മുടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ക്രിസ്മസ് കേക്ക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നേരെ ഇങ്ങ് പോന്നോളൂ. നല്ല അടിപൊളി കേക്കുകൾ നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങളെ ഞാൻ സംസാരിച്ച് ബോർ എടുപ്പിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ഇതിൻ്റെ വ്യൂസൊക്കെ കണ്ട് എൻജോയ് ചെയ്തോളൂ. എന്നെ പോലെ കാണാത്തവർക്കായിട്ട് ഞാൻ ദേ ഈ വീഡിയോ അങ്ങ് സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തോളൂ. അപ്പോൾ ദേ നമ്മുടെ കല്യാൺ സിൽക്സിലെ സ്റ്റാഫ് സോ ലവ്ലി മക്കൾസാണ്. നെസ്ഫാത്ത എന്നാണ് കേട്ടോ എന്നെ ഇവിടെ നിന്നപ്പോൾ എല്ലാവരും വിളിച്ചത്. സോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ചാനലിൻ്റെ പേരിൽ ഇങ്ങനെ കേൾക്കുക എന്ന് പറയുന്നത്. സോ ഐ ആം സോ ഹാപ്പി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങിക്കോ. അപ്പോഴേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടു തുടങ്ങിക്കോ. എന്താണ് നമ്മുടെ കല്യാൺ കസ്റ്റമേഴ്സിനോട് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് വിഷ് കൊടുക്കാനായിട്ടുള്ളത്? എന്താണ് ഏത് സാന്റയാ സംസാരിക്കുന്നേ? സാന്റ ഓടരുത്, എനിക്ക് സാന്റയുടെ പുറകെ ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാന്റ പറയൂ. സാന്റ മിണ്ടുന്നില്ല. സാന്റ പ്ലീസ് റെസ്പോണ്ട്. ഒരു സ്പെഷ്യൽ ക്രിസ്മസ് വിഷ് പറയൂ സാന്റ. എല്ലാവർക്കും ഈ സാന്റ സംസാരിക്കോ? സാന്റ സംസാരിക്കില്ല. ഇല്ല സംസാരിക്കാത്ത സാന്റയാണ്. സാന്റ ബേസിക്കലി നിങ്ങളൊരു സൗണ്ട് ഒക്കെ വെക്കില്ലേ? ഊലാല അങ്ങനെ എന്തോ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഒരു സ്പെഷ്യൽ. അങ്ങനെയൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മുടെ ഓഡിയൻസ് ഹാപ്പി ആവും അല്ലേ മോസിന? നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആവും. സോ പ്ലീസ്. ഹലോ, ഇവിടെ കൂടിയിരിക്കുന്ന
നല്ലവരായ കസ്റ്റമേഴ്സിനും അതിനുപരി ഇവിടെ കൂടി നീങ്ങുന്ന നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സഹപ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധ കല്യാൺ സിൽക്സിൻ്റെയും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെയും 1000 ക്രിസ്മസ് ആശംസകൾ നേരുന്നു. താങ്ക് യു. സാന്റെ നേരെ സ്കോട്ട്ലൻഡിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇത്രയും ക്ഷീണം കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഒരു ക്ഷീണം അനുഭവപ്പെടുന്നത്. കുതിരവണ്ടി ഇല്ലായിരുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു ക്ഷീണം കേട്ടോ, നമ്മളത് സദയം ക്ഷമിക്കുന്നു. ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ കേക്ക് മിക്സിംഗോട് കൂടി തുടങ്ങുകയാണ്. നമ്മുടെ പ്രിയ താരങ്ങളുടെ ചേർന്നിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ വിനോദ് കൂർ, ശ്രീ മണികണ്ഠൻ പട്ടാമ്പി, ശ്രീമതി സ്നേഹ ശ്രീകുമാർ ആൻഡ് ശ്രീ നിയാസ് ബെക്കർ. പ്ലീസ് warm welcome. ഒപ്പം തന്നെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു let's welcome Mr. Prakash Pattabhiraman along with Mrs. Vartini Prakash, Executive Director of Kalyan Hypermarket. Please everyone, loud round of applause. ഒപ്പം തന്നെ ഏറെ സ്നേഹത്തോടെ ഇന്നേ ദിവസം ഇവിടേക്ക് warm welcome to your father please. And also കൊല്ലത്തിന്റെ അഭിമന്യ എസ് കൊല്ലം ആര്യനെ ഏറെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു കേക്ക് മിക്സിംഗ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആര്യ, warm welcome to you. അദ്ദേഹത്തിനോട് ഇവിടെ സമയം ചെലവഴിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അപ്പോൾ ഫാദർ, പ്ലീസ് വെൽക്കം ടു കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്. താങ്ക് യു. ഈ സ്വാഗത പ്രസംഗത്തോടൊപ്പം തന്നെ ചെറിയൊരു കാര്യം കൂടി എനിക്കിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേക്ക് മിക്സിംഗ് എന്നുള്ളത് നമ്മൾ പലരും പല സന്ദർഭങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ടി വികളിലും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു വിശ്വാസം, കൊല്ലത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ പ്രസ്ഥാനം കേക്ക് മിക്സ് ചെയ്തോ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. നിങ്ങളാണ് ഞങ്ങളുടെ നെടുന്തൂണ്, നിങ്ങളാണ് ഞങ്ങളാക്കിയത്. നിങ്ങളുടെ കൂടെ എന്നും കല്യാൺ സിൽക്സും ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ആണിട്ട് പറയുകയാണ്. കേക്ക് മിക്സിംഗ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. സന്തോഷത്തിന്റെ, സെലിബ്രേഷന്റെ ഒരു കാലത്തിന്റെ തുടക്കമാണ് സാധാരണ കേക്ക് മിക്സിംഗ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അതാണ്. അപ്പൊ അതൊരു വലിയൊരു പ്രക്രിയയാണ്. ക്രിസ്മസിന് മുമ്പ് ഏറ്റവും നല്ല ഫ്രൂട്ട്സുകൾ, ജെല്ലി, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഡേറ്റ്സ്, ഏറ്റവും നല്ല വൈൻ, ഇതെല്ലാം വെച്ച് ഇത് മിക്സ് ചെയ്ത് ഇത് കുതിർത്ത് കുറേ ദിവസം സൂക്ഷിച്ച് അതിന് പക്വത വന്നതിന് ശേഷം കേക്ക് ഉണ്ടാക്കി വിതരണം ചെയ്യുകയാണ് കേക്ക് മിക്സിങ്ങിന്റെ. അതായത് സന്തോഷത്തിന്റെ, കുടുംബം ഒത്തുചേരലിന്റെ ഭാഗമാണ് പൊതുവെ കേക്ക് മിക്സിംഗ് വരുന്നത്. തുടക്കം കുറിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജർമ്മനിയിൽ എവിടെയാണ്, തെറ്റിരിക്കാം എനിക്ക്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അത്രയേ ഉള്ളൂ എനിക്ക്. അപ്പൊ അതിപ്പോ പാശ്ചാത്യ രാജ്യത്തിൽ നിന്നും കുറേശ്ശെ കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിലൊക്കെ വന്നു തുടങ്ങി. ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾ, ഞങ്ങളുടെ കൊല്ലം നിവാസികൾ, കേരളത്തിലെ എല്ലാവരുമായിട്ട് പങ്കുചേരുകയും ഒരു ആഘോഷത്തിന് തുടക്കം കുറിക്കുവാൻ ഇതൊരു അവസരമാകട്ടെ എന്നുള്ള ഒരു സന്തോഷം കൂടി ഇതിലുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതിൽ വന്ന് ഞങ്ങളുടെ കൂടെ ഇത് സമക്ഷത്തിലുള്ളത്, ഇതിലും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് നേരാനില്ല. ഞാൻ ഇനി കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയ താരങ്ങളുടെ 2 വാക്ക് കേൾക്കുവാനും കൊല്ലം അതിരൂപതയുടെ നമ്മുടെ പ്രിയപ്പെട്ട മാക്സ്വൽ ഫാദറിന്റെ 2 വാക്കുകൾക്കും കൂടിയിട്ടാണ്. വിനോദേട്ടന്റെ ആദ്യം സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. ശരി, നമുക്ക് എന്നാൽ കേക്ക് മിക്സിംഗിലേക്ക് കടക്കാം. ഉറപ്പല്ലേ? താങ്ക് യു. Thank you, sir. Thank you so much, Prakash sir, for the warm welcome. So now I request നമ്മുടെ ചീഫ് ഗസ്റ്റ് എല്ലാവരും ചേർന്ന് let's begin the cake mixing ceremony. Cake mixing ceremony തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാവരോടും തന്നെ ഹെഡ് ക്യാപ്പ് ആൻഡ് ഗ്ലൗസ് ധരിക്കാനായിട്ട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഫുൾ ഹൈജീൻ മെഷേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് മിക്സിംഗ് സെറമണി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. As you can see, non-alcoholic ആയിട്ടുള്ള വൈൻ യൂസ് ചെയ്ത് നമ്മളുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നു. തുടർന്ന് ഈ ഇൻഗ്രീഡിയൻസ്
യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വൈഡ് വെറൈറ്റി ഓഫ് കേക്ക്സ് ഇവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ കേക്കുകളെല്ലാം തന്നെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ December 1 മുതൽ അവൈലബിൾ ആയിരിക്കും. So please don't miss this opportunity to grab some amazing, delicious cake from Kalyan Hypermarket. So cake mixing ഭാഗമായിട്ടുള്ള എല്ലാവരും തന്നെ ഹെഡ് ക്യാപ്സ് ധരിക്കുന്നുണ്ട്. We are wearing the aprons and also gloves പ്രോപ്പർ ആയിട്ട് ധരിക്കുന്നുണ്ട്. ഫുൾ ഹൈജീൻ മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് മിക്സിംഗ് സെറമണി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. I request you all to kindly take the wine bottle. എല്ലാവരും ഒന്ന് വൈൻ ബോട്ടിൽ ഒന്ന് കയ്യിലെടുക്കാമോ? Can you all please hold the wine bottle? Wine bottle നിങ്ങളുടെ കയ്യിൽ ഒന്ന് ഹോൾഡ് ചെയ്യണം for a minute. Please all of you, those who are a part of the mixing ceremony, എല്ലാവരോടും wine bottle ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. Please everyone. Great. So now we'll have a quick photo session. All right. So can you all please lift up the bottle on a count of 3, 2, 1. Can you all please lift up the bottle? Lift up the bottle, please, everyone. Loud round of applause as we begin the cake mixing ceremony at Kalyan Silky Hypermarket. Please, all of you. A quick photo session. Please don't pour the bottle now. Please, no. Or a quick photo session, please. Yes, all set. I hope എല്ലാവരും ready ആണെന്ന് പ്രതീക്ഷിക്കുന്നു to pour the wine into the mixture. Just a second. I hope the photo session is done. So Kollam, are you all ready? No. Once again, please make some noise, everyone. Kollam, are you all ready for this? Count of 3, 2, 1. Here we go. Just like that, here begins the official Christmas end. So just like that, again on a count of, നമുക്ക് ഒന്നിച്ച് കൗണ്ട് ചെയ്താലോ? റെഡി അല്ലേ? So on a count of 3, 2, 1 and here you go. More than 50 variety of ingredients ആണ് നമ്മൾ ഇവിടെ ഈ ഒരു കേക്ക് മിക്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നോൺ ആൽക്കഹോളിക് വൈൻ യൂസ് ചെയ്ത് we are mixing the whole ingredients and this will be used for the cake. Plum cakes ഒക്കെ നമുക്ക് നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ സ്വന്തമാക്കാം. നമ്മുടെ പ്രിയ താരങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു കേക്ക് മിക്സിംഗ് സെറമണി ഏറ്റവും മനോഹരമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. So please don't miss it. So now കുറച്ചു മുൻപ് പ്രകാശ് സർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ പ്രിയ താരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാനായിരിക്കും അല്ലേ? സംസാരിച്ചാൽ മാത്രം മതിയോ? ഓരോ ചെറിയൊരു കോമഡി ഒക്കെ ഒന്ന് കാണണ്ടേ നമുക്ക്? അപ്പൊ അതുകൊണ്ട് തന്നെ they have prepared something for us, I guess. അപ്പൊ അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ഒരു ഫോട്ടോ സെഷന് ശേഷം to entertain us എന്നെ സ്നേഹത്തോടു കൂടി നമ്മുടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ്. എല്ലാവരും ക്ഷീണിച്ചോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നല്ല കൈയ്യടി നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയ താരങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഇതുപോലെ ടിവിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇതിന്റെ കോമഡി ഒക്കെ. അപ്പൊ ലൈവായിട്ട് നമ്മൾ എന്റർടൈൻ ചെയ്യാനായിട്ട് പോവാണ്. സ്നേഹ ചേച്ചി, we all are badly waiting for that special performance. അതെ, ഒരു ചെറിയ പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ let me
ബിഗിൻ ഫ്രം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഈ ഒരു സെറിമണിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും പങ്കെടുക്കുന്നത്. അതിലൊരു സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. പിന്നെ സാറ് പറഞ്ഞതുപോലെ കോഴിക്കോട് കല്യാൺ സിൽക്സുമായിട്ട് എനിക്ക് നിരവധി വർഷത്തെ ബന്ധമാണ്. എന്നാണോ കല്യാൺ സിൽക്സ് അവിടെ ഉണ്ടായത് അന്നു മുതലുള്ള ബന്ധമാണ്. അവിടുത്തെ എല്ലാ സ്റ്റാഫും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാനൊരു കലാകാരൻ എന്നതിൽ പണ്ട് ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് അവിടെ. ഇപ്പം പുതിയ കല്യാൺ സിൽക്സിൻ്റെ വളരെ മനോഹരമായൊരു കെട്ടിടം തൊണ്ടയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെയും ഞാൻ പലവട്ടം പോയി. അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സ്വീകരണവും ഒരു ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ പറഞ്ഞറിയിക്കേണ്ട കാര്യമാണ്. ഒരു ലിനീഷാണ് എന്നെ അവിടെ ഏറ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അങ്ങനെ ആ കല്യാൺ സിൽക്സിൽ നിന്ന് ഇപ്പം കൊല്ലം കല്യാൺ സിൽക്സിൽ എത്തിയിരിക്കുകയാണ്. മരുമായത്തിൽ നിങ്ങൾ 14 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 14 വർഷമായി മരുമായം തുടങ്ങിയിട്ട് 820 എപ്പിസോഡുകളായി. വലിയ അത്ഭുതമാണ് ചാനൽ ചരിത്രത്തിൽ മരുമായം. ഒക്കെ ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യം കൂടിയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 14 വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ ന്യൂജേഴ്സിയിലെ വേറെ യുഎസിലെ ന്യൂജേഴ്സിയിൽ വിഷുവിനെ കല്യാൺ സിൽക്സ് അവിടെ തുടങ്ങിയാണ്. അപ്പോൾ ലോകം മുഴുവൻ കീഴടക്കും. സന്തോഷം. ഇപ്പം ഞങ്ങൾ മണിയേട്ടനും നിയാസും സ്നേഹയും ഞങ്ങൾ രാവിലെ 8:30 മണിക്ക് പുറപ്പെട്ടതാണ് അവിടുന്ന് യാത്ര. പക്ഷേ വഴിയിലെ ദുർഘടങ്ങളും പ്രശ്നങ്ങളും കാരണം ഞങ്ങൾ ഇവിടെ എത്താൻ 2:30 മണിയായി. കറക്റ്റ് 3 മണിക്ക് ഇവിടെ എത്തണമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അത് സാധിച്ചില്ല. ഒരു 15 മിനിറ്റ് ഞങ്ങൾ ലേറ്റായി. റൂമിൽ ഞങ്ങൾ ഇരുന്നിട്ടില്ല. വന്നു, ഭക്ഷണം കഴിച്ചു, ഡ്രസ്സ് മാറി ഇങ്ങോട്ട് വരികയായിരുന്നു. കാരണം ഇത്രയും ആളുകളോടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷം. എല്ലാവരെയും കണ്ടതിൽ ഞങ്ങൾ ഓരോരുത്തരോരുത്തരോട് സംസാരിക്കും. ഇനി നിയാസിനും ഞാൻ ബാക്കി തരാം. ഈ പറയാറില്ല, അതുപോലെ കല്യാൺ സിൽക്ക് എന്ന് മാത്രം പറഞ്ഞാൽ കാരണം അത്രയ്ക്കും സുപരിചിതമാണ് നമ്മൾ കേരളീയർക്കൊക്കെ തന്നെ ഈ സ്ഥാനം. അപ്പോൾ മറ്റൊന്ന്, ഇവിടെ ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇത് ഒരു ആഘോഷത്തിൻ്റെ തുടക്കമാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു വേദിയിൽ എത്താൻ സാധിച്ചത്, അതുപോലെ ഈ കേക്ക് മിക്സിംഗ് പലപ്പോഴും പല റീലുകളിലും അല്ലെങ്കിൽ വിദേശത്തുള്ള പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനും ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഈ കേക്ക് മിക്സിംഗ് എന്ന് പറയുന്ന പരിപാടി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ കോവൂര് വിളിച്ചിട്ട് ഇങ്ങനെ കേക്ക് മിക്സിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, കല്യാണിൻ്റെയാണ്, നമ്മൾ കൊല്ലത്ത് പോകണം, അത് രാവിലെ പോയി വൈകുന്നേരം നമുക്ക് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ടാത്ത പോലെ തന്നെ കേക്ക് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ. അപ്പോൾ അത് ഒന്നും ആലോചിക്കാനുണ്ടായില്ല. നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇത്രയും മുന്തിരിയൊന്നും ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഇതെന്തായാലും ഒരു ഗംഭീര അനുഭവമായിട്ടാണ് സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് വരെ കേക്ക് മിക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് മനസ്സിലാക്കിയത് ഇവിടെ വന്നാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ അനുഭവമായിട്ടല്ല മനസ്സിലുള്ളത്, ഒരു വലിയ അനുഭവമായിട്ട് തന്നെയാണ്. കാരണം കല്യാൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിലൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലും കല്യാൺ എന്നുള്ള സംഗതി വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അത്രയും വിശ്വസ്തമായിട്ടുള്ള രീതിയിൽ ആളുകളുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിന് എനിക്കിപ്പോൾ തോന്നുന്നത് ഇനിയും കല്യാണിന് ഒരുപാട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇടവരട്ടെ. അവിടെയൊക്കെ ഇതേപോലുള്ള കേക്ക് മിക്സിംഗ് പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ തന്നെ വിളിക്കണം. ന്യൂജേഴ്സിയിൽ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ പിന്നെ കേക്ക് മിക്സിന് വേറെ ആരും വേണ്ട, ഞങ്ങൾ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്യും. അത് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ന്യൂജേഴ്സിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അതിലൊന്നും ഒരു വിഷയവുമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട്, വെറും വാക്കല്ല സാറേ, സത്യമായിട്ടും വലിയ സന്തോഷം തന്നെയാണ്, നിറഞ്ഞ സന്തോഷമാണ്. ആ നിലയ്ക്ക് സ്ഥാപനത്തിനും ജോലി ചെയ്യുന്ന ആളുകൾക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും നല്ല കാലവും നല്ല ജീവിതവും നല്ല സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
സാധാരണ നമ്മൾ കേക്ക് മുറിക്കാറുണ്ട്. കേക്ക് മിക്സ് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ മണികണ്ഠൻ പട്ടാമ്പി. ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. അപ്പൊ അതിനുള്ളൊരു അവസരം കല്യാൺ തന്നിരിക്കുകയാണ്. അത് വലിയ സംഭവമാണ്. പിന്നെ ഞാൻ ഒരു ഷർട്ടും എൻ്റെ ഈ പാൻറ്റും ഇപ്പൊ നാട്ടുകാരോടൊന്നും പറയുന്നതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാം പറയുന്നതല്ലേ. വരുമ്പോ ഞങ്ങൾക്കൊക്കെ ഓരോ ബാഗ് ഉണ്ട്. എന്തിനാണ് അവിടെ എത്തിയിട്ട് നമുക്ക് പ്രോഗ്രാമിന് ഡ്രസ് ചേഞ്ച് ചെയ്യാനാണ്. മണിയേട്ടൻ ബാഗില്ലേ? ഇല്ല, എനിക്ക് ഈ ഷർട്ട് മതി എന്ന് പറഞ്ഞു വന്ന ആളാണ്. ബാക്കി മണിയേട്ടൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സ്നേഹ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, കോവൂര് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, നിയാസും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ട് വന്ന ഡ്രസ്സേ ഉള്ളൂ. ഞാൻ അങ്ങനെ മതിയാവും, ഇതിങ്ങനെ ഒരു വലിയ സംഭവമാണ്, ഇവിടെ ഫോട്ടോ എടുക്കാൻ എത്ര ആളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ പിറന്നാളാണ് എന്നുള്ളത് കൊണ്ട് കോവൂര് എവിടുന്നോ ഒരു ഷർട്ട് സംഘടിപ്പിച്ചിട്ട് എനിക്കൊരു തന്നെ, അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ. മണിയേട്ടൻ ഇപ്പിട്ടിരിക്കുന്ന ഷർട്ട് കല്യാണിന്റെ ഷർട്ടാണ്. ഒരു കഴിഞ്ഞ ബാക്കി ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ വർദ്ധിനി മേഡമാണ്. സ്നേഹം നിറഞ്ഞ പ്രകാശ് പട്ടാഭിരാമൻ, കല്യാൺ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ, വർദ്ധിനിയും പ്രകാശ്, ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്രിയ മറിമായം താരങ്ങളെ, സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിൽ മധുരവും നൽകുന്നത് അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും മലയാളികളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു സന്തോഷവും ആ തമാശയൊക്കെ നൽകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ഇതിൻ്റെ സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ 4 പേരിൽ ഒരാളുടെ ബർത്ത്ഡേ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സസ്പെൻസ് പൊട്ടിച്ചു. അങ്ങനെ സത്യശീലൻ ചേട്ടന്റെ ഞങ്ങൾക്ക് ഈ ഭാഗ്യവും കൂടെ കിട്ടി. കേക്ക് മിക്സിംഗ് മാത്രമല്ല, കേക്ക് കട്ടിന്റെ ഭാഗ്യവും കൂടെ കാണാൻ കിട്ടി. പ്ലീസ്. അപ്പോൾ requesting Satish Chetan to kindly slice this cake and celebrate your birthday. നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ചേട്ടന്റെ ബർത്ത്ഡേ. കല്യാണോ ചോദിച്ചപ്പോ പൂക്കാലം തന്നെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ പിറന്നാളെ ആഘോഷിക്കാത്താളാണ് ഞാൻ. ഭാര്യനോട് ചോദിച്ചു, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവര് ഹൈപ്പർ മാർക്കറ്റുകാരാണ്, ഞാൻ കല്യാൺ സിൽക്സ് ആണ് നോക്കുന്നത്, കുറച്ചും കൂടി വലിയ കേക്ക് ഞാൻ വലുപ്പത്തിലെ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ആ സന്തോഷം ഇവിടെ ഡബിൾ ആവാണ്. നല്ലൊരു കൈയടിയായാലോ ചെയ്ത് നമ്മുടെ സതീഷ് ചേട്ടനായിട്ട്. വിഷിംഗ് യു മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Happy birthday to you. Happy birthday to you. Happy birthday to Satyashilan. Happy birthday to you. 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 From good friends and true. From old friends and you. Now for the vote of thanks, I would like to invite Executive Director of Kalyan Hypermarket, Vardhini Prakash ma'am. എല്ലാവർക്കും നമസ്കാരം. സോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, അതും ഈ നട്ടുച്ച വെയിലില് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ ആ പുഞ്ചിരി മുഖത്ത് അങ്ങനെ തന്നെ വെച്ച് തന്നെ എന്നും തുടരട്ടെ. 14 വർഷമായി ഇതുപോലെ തന്നെ വീണ്ടും ഒരു 14 വർഷം കൂടെ. അതെ, അപ്പോഴത്തേക്ക് നമ്മളൊരു കണ്ടീഷനാവും. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ ഈ കേക്ക് എല്ലാം ഉണ്ടാക്കി തരുന്ന കേക്ക് ഫാം ടീം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച്.
And also a big thanks to Mr. Titu, Godfather event team. അവരുടെ കൂടെ ഈ ഒരു എൻറ്റയർ ഇവന്റിന്റെ ഭാഗമായിരുന്നു. A big thanks to the whole team of Godfather. അപ്പോൾ ഇവിടെ മാം സൂചിപ്പിച്ച പോലെ തന്നെ ഡിസംബർ 1-ാം തീയതി മുതൽ ഹൈപ്പർ മാർക്കറ്റിൽ ഈ കേക്ക്സ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. Once again, thank you so much Kollam for your big support. We love you. Thank you. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കേക്ക് മിക്സിംഗ് സെറമണിയൊക്കെ കഴിഞ്ഞു. ഇനി അതിനുശേഷം കല്യാൺ സിൽക്സിനകത്ത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സോ കല്യാൺ സിൽക്സിലെ സ്റ്റാഫ്സും ഒക്കെ ആയിട്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താണ് കേക്ക് മിക്സിംഗ് സെറമണിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു കല്യാൺ സിൽക്സ് വൺസ് അഗെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോഷൂട്ട്സൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ്സും മറ്റംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസും ഒക്കെ തന്നെ നമുക്ക് കാണാം കേട്ടോ ഇതിനകത്ത്. നല്ല പോലെ ചിരിച്ചിട്ടിരുന്നേ. ഈ ക്യാമറ നോക്കിക്കേ. ഓക്കെ, ഒന്ന് സംസാരിക്കുന്നു എല്ലാവരോടും സംസാരിച്ചു. ഇവിടെ നോക്കിക്കോളൂ സാറേ, ഇവിടെ നോക്കിക്കോളൂ എല്ലാവരും. സാറേ ഇവിടെ നോക്കണേ, ഇവിടെ നോക്കണേ. അല്ല ഇവിടെ ഓക്കെ, ചിരിച്ചിട്ട് അത് തന്നെ ചിരിച്ചിട്ട് തന്നെ. ഓക്കെ ഓക്കെ ചേച്ചി വന്നു, ഒരു ചേച്ചി. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാൺ സിൽക്സിലെ സ്റ്റാഫ്സിനും ഒരു ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെൻറ്റ്സ് തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇത്രയധികം സ്റ്റാഫ്സിനോടൊക്കെ വളരെ നന്നായിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീം ചിലപ്പം ഇവർ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും വളരെ എനർജറ്റിക് ആയിട്ട് എന്താ പറയുക, ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസിലും ഇവിടുത്തെ സ്റ്റാഫ്സിനെ കാണുമ്പം എനിക്ക് വളരെയധികം പേഴ്സണലി എനിക്ക് വളരെയധികം സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെ ജോലിക്കൊക്കെ വന്ന് നിൽക്കുന്ന ആ കുട്ടികൾക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും അല്ല ഏത് വഴി കിട്ടുക. ഓക്കെ, അപ്പം അതിനും നമ്മുടെ കല്യാൺ സിൽക്സിലെ മാനേജ്മെൻറ്റ് ടീമിനോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ താങ്ക്സ് ആണ് കേട്ടോ ഉള്ളത്. കാരണം ഈ കുട്ടികൾക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നതിന് ഓക്കെ ഒരു സ്റ്റാഫ്സ് അവിടുത്തെ ഒരു സ്റ്റാഫ്സ് എന്നുള്ളത് കാണാതെ ഒരു എന്താ പറയണ അവരുടെ കൂട്ടത്തിലുള്ളവരെ പോലെ കാണുന്ന രീതിയിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാണുമ്പം വളരെയധികം സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എനിക്കും ഇത് ഇന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ദിവസം തന്നെയായിരുന്നു. സോ ഞാനും വളരെ ഹാപ്പി ആയിട്ടാണ് കല്യാൺ സിൽക്സിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഈവനിങ് എനിക്ക് സമ്മാനിച്ചതിനും കല്യാൺ സിൽക്സിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് കേട്ടോ ഞാനും വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു കേക്ക് മിക്സിംഗ് സെറമണി നിങ്ങളും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എന്നെപ്പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പി ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് സ്നേഹ മാമുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ സ്നേഹ മാമിനോട് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സ്നേഹ മാം തന്നെ വിളിച്ച് കൂടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതെനിക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ അത്. ഇവർക്ക് തന്നെ ഇത്രയധികം എന്താ പറയുന്നത് ജാടയില്ലാത്ത ആൾക്കാരാണെന്ന് എനിക്ക് ഒന്നാണ് കേട്ടോ മനസ്സിലായത്. കാരണം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഇവരൊക്കെ തന്നെ. ആൻഡ് കല്യാൺ സിൽക്സിൻ്റെ ടീം ഓൾസോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ വ്ളോഗ്? സോ ബൈ.